ഒക്ടോബർ മാസം 15-ന് അർദ്ധരാത്രി ഹോസ്റ്റലിലേക്ക് എത്രയും പെട്ടെന്ന് എത്തണമെന്ന മകന്റെ ആവശ്യം കേട്ടതു മുതൽ കരഞ്ഞു തുടങ്ങിയതാണ് ഈ അമ്മ. എങ്ങനെയെങ്കിലും മകനെ കണ്ടെത്തണമെന്ന ആവശ്യവുമായി മുട്ടാത്ത വാതിലുകളില്ല, പങ്കെടുക്കാത്ത പരിപാടികളില്ല. മകനു വേണ്ടി ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഈ അമ്മയുടെ ചോദ്യം. ഹൈക്കോടതിയിലും കേസുണ്ട്. അന്വേഷണം ഊർജിതമാക്കാൻ കോടതി ഉത്തരവിട്ടിട്ടും ക്രൈംബ്രാഞ്ച് അന്വേഷണം ഇഴഞ്ഞു നീങ്ങുകയാണ്. ഒപ്പം JNU വിദ്യാർത്ഥി യൂണിയൻ തന്നെ നജീബിനെ കുറ്റവാളിയായി ചിത്രീകരിച്ചതും അന്വേഷണത്തിന് വിലങ്ങുതടിയായതായി വിദ്യാർത്ഥികൾ പറയുന്നു. നജീബിനെ ABVP വിദ്യാർത്ഥികൾ ആക്രമിച്ച അന്ന് രാത്രി തന്നെ നജീബ് കുറ്റവാളിയാണ് എന്ന അർത്ഥത്തിൽ ഒപ്പിട്ട് കൊടുത്തത് മറ്റാരുമായിരുന്നില്ല, ഇവിടുത്തെ ICയുടെ യൂണിയൻ പ്രസിഡന്റായിരുന്ന മോഹിത് പാണ്ഡെ എന്ന് പറയുന്ന വിദ്യാർത്ഥിയായിരുന്നു. നജീബിനെ കണ്ടെത്തുന്നവർക്ക് 10 ലക്ഷം പാരിതോഷികവും ആഴ്ചകൾക്ക് ശേഷം ക്യാമ്പസിലാകമാനം നടത്തിയ തെരച്ചിലുമൊഴിച്ചാൽ അന്വേഷണത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല. പുരോഗമന ചിന്താഗതിയിൽ എക്കാലത്തും മുൻപന്തിയിലാണ് JNU. അത്തരമൊരു ക്യാമ്പസിലാണ് ന്യൂനപക്ഷ വിദ്വേഷത്തിനിരയായി ഒരു വിദ്യാർത്ഥിയെ കാണാതായത് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. ക്യാമറ പേഴ്സൺ CP അനൂപിനോടൊപ്പം മിജി ജോസ്, മീഡിയ 1, ഡൽഹി.